എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രധാന വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇൻവെർട്ടർ മേഖലയിൽ ജോലി ചെയ്യുന്നവരും അതേപോലെ ഇൻവെർട്ടർ മേഖലയിലോട്ട് കടന്നു വരുന്ന തുടക്കക്കാര്, പ്രോജക്റ്റുകൾ ചെയ്യുന്നവര് എന്നിവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു IC ആണ് PIC IC. അപ്പോൾ നമ്മളിവിടെ ഇൻവെർട്ടറിന്റെ അതേപോലെ സോളാർ ചാർജർ അനുബന്ധ ഘടകങ്ങളെല്ലാം ചെയ്തു വരുന്നത് PIC IC ആണ്. അതിൽ നമ്മൾ ടെക്നോളജിയുടെ ഫയല് കമ്പ്യൂട്ടർ വഴി റൈറ്റ് ചെയ്തിട്ടാണ് ഒരു പ്രോഗ്രാം ബേസ് ചെയ്താണ് ഈ ഇൻവെർട്ടറുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു IC നമ്മളിവിടെ നിലച്ചിരിക്കുകയാണ്. ഒരു മാസത്തിലേറെയായി അത് നമുക്കിവിടെ കിട്ടാണ്ട് വന്നിട്ട്. അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ മെഡിയുടെ ബോർഡാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ മെഡി കെ അതേപോലെയുള്ള PIC ICകൾ ഉപയോഗിക്കുന്ന പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടറുകളുടെ മേഖലയ്ക്കാണ് ഇപ്പോൾ തകർച്ചകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ടെക്നീഷ്യന്മാർക്ക് അവരുടെ ജോലികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു താൽക്കാലിക ശാന്തി എന്ന നിലയിൽ, അതിനൊരു താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ ഇവിടെ SMD മോഡ്യൂൾ ആയിട്ടുള്ള PIC IC ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിവിടെ എല്ലായിടത്തും ആയി തുടങ്ങിയിട്ടുണ്ടാവില്ല. എന്നിരുന്നാലും എല്ലായിടത്തും താൽക്കാലികമായിട്ട് എത്തുമെന്ന് വിചാരിക്കുന്നു. ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മൾ നിലവിൽ ഉപയോഗിച്ചിരിക്കുന്ന PIC IC 30F2010 എന്ന് പറയുന്ന 28 ലെഗുള്ള IC ആണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഇൻവെർട്ടറുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രധാന ഹൃദയഭാഗമാണ് ഇത്. നമ്മൾ ഈ ഭാഗത്താണ് ഇങ്ങനെ പ്രസ് ചെയ്തിടുന്നത്. ഇവിടെ IC ബേസ് ഉണ്ട്. ഈ IC ബേസിൽ ഈ IC ആണ് ഉപയോഗിച്ച് വന്നിരുന്നത്. അപ്പൊ ഈ IC നമുക്ക് ലഭ്യത ഇല്ലാണ്ടായപ്പോൾ ഇൻവെർട്ടറുകളുടെ കച്ചവടം തന്നെ തീരെ ഇല്ലാണ്ടായി. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു മോഡ്യൂളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് SMD മോഡ്യൂൾ. ഈ കാണുന്നതാണ് SMD IC. അപ്പോൾ ഇത് 33F ആണ് PIC IC ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് ഒരു ചെറിയൊരു സർക്യൂട്ട് വിത്ത് പ്രോഗ്രാം ചെയ്തിട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു IC നമ്മളുടെ നിലവിലെ ബോർഡിൽ ഇൻസേർട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത് മെഡിക്ക് സൂട്ടായിട്ടുള്ള പ്രോഗ്രാമാണ് ഇതിൽ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് മെഡിയുടെ ഹാർഡ്വെയറിന് സൂട്ടായിട്ടുള്ള ഏകദേശം അതേപോലെയുള്ള സെറ്റപ്പ് ഒക്കെയുള്ള പ്രോഗ്രാം തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡ്യൂള് ഡബിൾ സൈഡ് പ്രിന്റിംഗ് ഉള്ള PCBയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ബെർജ് കണക്ടർ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. 14 ഇപ്പുറത്തും 14 അപ്പുറത്തും, അങ്ങനെ 28. അപ്പോൾ ഈ ബെർജ് കണക്ടർ നമ്മുടെ ഇവിടെ കാണുന്ന ഈ IC ബേസിലോട്ട് ഈ PIC IC ഇൻസേർട്ട് ചെയ്യുന്നത് പോലെ ഇതിലോട്ട് ഡയറക്റ്റ് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള ICകൾ നിങ്ങളുടെ അവിടെ വന്നിട്ടുണ്ടാവുമെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ലഭ്യമായി തുടങ്ങിയിട്ടില്ല. പലരുടെയും നിർദ്ദേശപ്രകാരം നമുക്കിത് പുറത്തുനിന്ന് ഒരാൾ അയച്ചു തന്നതാണ് സാമ്പിളായിട്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ഈ IC ഇതേപോലെ ഇടുന്നത് മാതിരി തന്നെ ഇതിൻ്റെ ഒന്നാമത്തെ പിൻ നമ്പർ നോക്കിയിട്ട് വേണം ഇടുവാനായിട്ട്. ഇവിടെ ഒന്നാമത്തെ പിൻ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവരിവിടെ ഒരു കറുത്ത ഡോട്ട് ഇട്ടിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ പിന്ന്. പിന്നെ എളുപ്പത്തിൽ മനസ്സിലാകുന്നതിന് വേണ്ടി ഞാനിവിടെ ICയുടെ ആ ഭാഗത്ത് ആ ഒരു കട്ടിങ്ങും വരച്ചിട്ടുണ്ട്, നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രധാന ചിഹ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നാമത്തേൽ ഒരു ബ്ലാക്ക് മാർക്കും ബെർജ് പിന്നിന്റെ വലതുവശത്താണ് ഈ മോഡ്യൂൾ IC വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലോട്ടൊന്ന് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ പിന്ന് മാറിപ്പോയാൽ ഈ മോഡ്യൂൾ ഡാമേജ് ആവും. അപ്പോൾ ഈ പിൻ നമ്പർ മാറിപ്പോകാതെ ഇതിലോട്ട് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. വളരെ എളുപ്പമാണ്. നമുക്ക് സാധാരണ ഈ IC പ്രസ് ചെയ്യുന്ന പോലെ വെക്കാവുന്നതാണ്. അപ്പോൾ ഈ മെഡിയുടെ ബോർഡ് ഇത് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി 4 MOSFET ആണ് ആകെ ഇട്ടിരിക്കുന്നത്. ഓരോ ചാനലിനും ഓരോ MOSFET. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പവർ കൊടുത്തിട്ട് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ബോർഡ് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ അതിന്റെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലോഡായിട്ട് ഒരു 100 വാട്ടിന്റെ ബൾബാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിന്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ലോഗോ നെയിം വന്നിട്ടുണ്ട്. സിസ്റ്റം ഓഫ്, ബാറ്ററി വോൾട്ട് 12.2, നോ മെയിൻസ് പവർ, ചാർജർ ഓഫ്, ചാർജർ RCN, ടെമ്പറേച്ചർ 26, സിസ്റ്റം ഓഫ്. അതിങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ മെഡിയിൽ കൊടുക്കുന്നത് പോലെയുള്ള സെയിം കണക്ഷൻസ് ഒക്കെ തന്നെയാണ്. LCDയും സെയിം തന്നെയാണ്. യാതൊരുവിധ മാറ്റങ്ങളുമില്ല. അപ്പോൾ നമുക്കിതിന്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ തന്നെ ഇവിടെ പവർ വന്നു. ഇവിടെ ഇൻവെർട്ടർ വർക്കിംഗ് എന്ന് വന്നു. ബാറ്ററി വോൾട്ട് നമ്മൾ പഴയ ബാറ്ററി ആയതുകൊണ്ട് അതിൻ്റെ വോൾട്ടേജ് ഇരിക്കുകയാണ്. ഔട്ട്പുട്ട് വോൾട്ട് 220. നമുക്ക് ഇതിൻ്റെ പവർ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രൊസീജിയർ. ഇനി നമുക്ക്
ഇതിൻ്റെ സെറ്റപ്പ് സ്വിച്ച് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെറ്റപ്പിലൊന്ന് കയറി നോക്കാം. വളരെ വിശാലമായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. മെഡീനേക്കാളും ഡബിൾ ആയിട്ടാണ് ഇതിൻ്റെ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ സെറ്റപ്പ് സ്വിച്ച് ഒന്ന് നോക്കാം. അപ്പോൾ ഈ സെറ്റപ്പ് സ്വിച്ച് ഇതിൽ 4 പുഷ് സ്വിച്ചാണ് ഉള്ളത്. അപ്പോൾ ആദ്യം കാണുന്നത് എൻ്റർ, രണ്ടാമത് കാണുന്നത് മൈനസ് അല്ലെങ്കിൽ ഡൗൺ അല്ലെങ്കിൽ ലെഫ്റ്റ്, മൂന്നാമത് കാണുന്നത് റൈറ്റ് അപ്പ് അല്ലെങ്കിൽ പ്ലസ്, പിന്നെ ലാസ്റ്റ് കാണുന്നത് എക്സിറ്റ് ആണ്. നമ്മൾ ഈ പ്രോഗ്രാം കാലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാം ഓക്കെ ഒക്കെ കഴിഞ്ഞ ശേഷം സേവ് ചെയ്ത ശേഷം ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മൈക്രോ സ്വിച്ചും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്വിച്ച് ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്യാം. ഇത് 2 പിൻ ആണ്. അപ്പോൾ ഇതിൽ ഈ 2 വയർ മാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ലോഡൊന്ന് ഡിസ്കണക്ട് ചെയ്യാം. ഇനി നമുക്ക് എൻ്റർ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. സെറ്റിംഗ്സ് വന്നു. യൂസ് സ്ക്രോൾ കീ അപ്പ് ബട്ടൺ അടിക്കുകയാണ് പറയുന്നത്. ഇവിടെ ഒരു സെൽഫ് ടെസ്റ്റ് മോഡുണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിലൊന്ന് ടെസ്റ്റ് ചെയ്ത് ആക്യുറേസി വരുത്തുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ മെഡിയിൽ കയറുന്ന പോലെ ബാറ്ററി വയർ പിടിക്കേണ്ട, ഡയറക്റ്റ് ഇതിൽ സെറ്റപ്പിൽ കയറാം കെയിലെ പോലെ. ഇനി അടുത്തത് ഒന്നാമത്തെ കഴിഞ്ഞ് നമുക്ക് അടുത്തത് റൈറ്റ് ബട്ടൺ അടിക്കാം. രണ്ടാമത്തത് സിസ്റ്റം വോൾട്ടേജ് ആണ്. മൂന്നാമത്തത് മാക്സിമം ലോഡ് നമുക്ക് കൊടുക്കാവുന്ന ലോഡാണ്. ചാർജിങ് കറണ്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ കാലിബ്രേഷൻ ആണ്, ബാറ്ററി വോൾട്ട് കാലിബ്രേറ്റ് ചെയ്യാം. ആ കാലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എൻ്റർ ബട്ടൺ കൊടുത്താൽ മതി. സാധാരണ മറ്റുള്ളവർ ചെയ്തതുകൊണ്ട് പോലെ മൈനസോ പ്ലസോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ ഓക്കെ അടിച്ചാൽ വാല്യൂ ആഡഡ് എന്നും പറഞ്ഞ് കാണിക്കും. അടുത്തത് കാലിബ്രേഷൻ ഇൻവെർട്ടർ വോൾട്ട് ആണ്. ഇൻവെർട്ടർ വോൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലെ വാല്യൂ മെൻഷൻ ചെയ്തെടുക്കുന്നതാണ്. 220 ആണ്. അപ്പോൾ വാല്യൂ അക്സെപ്റ്റഡ് ആയി. അടുത്തത് കാലിബ്രേഷൻ ലോഡാണ്. അപ്പോൾ നമ്മളിവിടെ ലോഡൊക്കെ കൊടുത്ത് കാലിബ്രേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മെഡിയിൽ ചെയ്യുന്നത് പോലെ തന്നെ കാലിബ്രേറ്റ് ചെയ്താൽ മതി. അടുത്തത് കാലിബ്രേഷൻ മെയിൻസ് കൊടുത്തിട്ട് മെയിൻസ് വോൾട്ട് നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് കാലിബ്രേഷൻ കറണ്ട്. സാധാരണ ബാറ്ററി ചാർജിങ് സെറ്റ് ചെയ്യുന്നത് മെഡിയിലെ പോലെ തന്നെ സെയിം ആണ്. അടുത്തത് കാലിബ്രേഷൻ ഹീറ്റ്. നമുക്ക് ഇതിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് ബാറ്ററി ലോ വാണിംഗ് ആണ്. അപ്പോൾ ഈ ഇതിൽ ബാറ്ററി ലോ വാണിംഗ് അത് കഴിയുമ്പോൾ ഷട്ട് ഡൗൺ ആണ്. അപ്പോൾ ലോ വാണിംഗ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് 10.5 ആണ്. അതിൽ ഞാൻ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. നമുക്ക് കുറക്കണമെങ്കിൽ കുറക്കാം. അപ്പോൾ അതും നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴും വാല്യൂ അക്സെപ്റ്റഡ് കാണിക്കും. അടുത്തത് ബാറ്ററി ലോ കട്ടാണ്. അടുത്തത് ബാറ്ററി ചാർജിങ് വോൾട്ടാണ്. ബാറ്ററി എത്ര വോൾട്ടിൽ ചാർജ് ആവണം നമുക്ക് അതും ഇവിടെ സെറ്റ് ചെയ്യാം. അടുത്തത് ബാറ്ററി ബൂസ്റ്റ് വോൾട്ടാണ്. അത് ചാർജിങ്ങിൽ നമുക്ക് ബൂസ്റ്റ് ചെയ്യാനെങ്കിൽ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാം. വോൾട്ടേജിൻ്റെ കൂട്ടി കൊടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തത് വരുന്നത് ഫ്ലോട്ട് വോൾട്ടേജ്. ബാറ്ററി ചാർജ് ചെയ്യുന്ന മെഡിയിലുള്ളതുപോലെ ആംബിയർ കുറച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു ചാർജിങ് മോഡാണ്. ചാർജ് റീസ്റ്റാർട്ട് എപ്പോഴാണോ റീസ്റ്റാർട്ട് ആകേണ്ടത് അത് ഇതിൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ 13.2 ഇത് സെറ്റ് ചെയ്തു. കൂട്ടേ കുറക്കേ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അടുത്തത് ഡ്രോപ്പ് ഔട്ട് കറണ്ടാണ്. ഡ്രോപ്പ് ഔട്ട് കറണ്ട് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. അടുത്തത് ചാർജിങ് ടൈപ്പാണ്. സാധാരണ നമ്മൾ മെഡിയിൽ ചെയ്യുന്ന പോലെ 4 സ്റ്റേജ് ചാർജിങ് അതേപോലെ ഒരു മോഡാണിത്. അടുത്തത് ഔട്ട്പുട്ട് വോൾട്ട്. അടുത്തത് ഇൻവെർട്ടർ ഹൈ കട്ട്. ഇത് മെഡിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സെറ്റപ്പാണ്. ഇത് ഹൈ കട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. 270 ആണ്. ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അടുത്തത് ഇൻവെർട്ടർ ലോ കട്ട് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. 100 അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 180 കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അടുത്തത് UPS ഹൈ കട്ട്. നേരത്തെ പറഞ്ഞ പോലെ UPS ലോ കട്ട്. സോളാർ ചാർജർ മെഡിയുടെ തന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എപ്പോഴാണോ ബാറ്ററി ഫുള്ളായിട്ട് സോളാറിൻ്റെ മോഡ് അതായത് ലൈവ് മോഡിലോട്ട് പോകേണ്ടത് അതാണ്. അടുത്തത് സോളാർ സ്റ്റോപ്പ് പറ്റി സെയിം തന്നെയാണ്. എപ്പോഴാണോ നമുക്ക് റിസർവ് മോഡിലോട്ട് പോകേണ്ടത്. അടുത്തത് ഹീറ്റ് ഷട്ട് ഡൗൺ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഫാൻ സ്റ്റാർട്ട്. അപ്പോൾ ഫാൻ സ്റ്റാർട്ട് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ഇത് 55 ഫാൻ തിരിയുന്നതാണ്. സാധാരണ മെഡിയിൽ 69-70 തിരിയുന്നത്. ഇത് നമുക്ക് കുറക്കണമെങ്കിൽ കുറക്കാം, 45 വരെ കുറക്കാം. അപ്പോൾ ഞാൻ വേറെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ല. അടുത്തത് സിസ്റ്റം സ്വിച്ചാണ്. മെഡിയിലുള്ളത് പോലെ സാധാരണ ഇതേപോലെ മൈക്രോ സ്വിച്ച് വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ നോർമലി ഉള്ള ഓൺ ഓഫ് സ്വിച്ച് തന്നെ വെക്കാം. അടുത്തത് LCD ലൈനാണ്. എത്ര LCD ലൈൻ നമുക്ക് വേണമെന്നുള്ളത് ഇതിൽ തീരുമാനിക്കാം. ഇതിൽ സെറ്റപ്പിൽ വരുന്നത് സിംഗിൾ ലൈൻ, ഡബിൾ ലൈൻ, 4 ലൈൻ ഇത്രയുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത് LCD ബാക്ക് ലൈറ്റ് ആണ്. അപ്പോൾ ഈ LCDയുടെ ഈ ബാക്ക് ലൈറ്റ് കുറച്ച് സമയം കഴിയുമ്പോൾ ഓഫ് ആവും. ആ ഓഫ് ആവുന്നത് വേണ്ടെങ്കിൽ നമുക്കിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓൺ ഓഫ് വേണ്ടതാണ്. ഓട്ടോ മോഡിലാണ് കിടക്കുന്നത്. അത് നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഓൺ മാത്രമാകും, ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാവുന്നതാണ്. ഓട്ടോയിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അടുത്തത് LCDയുടെ കോൺട്രാസ്റ്റ് ആണ്. ഈ കോൺട്രാസ്റ്റ് ഇതിൽ കാണുന്ന ഈ നമ്മുടെ ഡിജിറ്റിൻ്റെ കോൺട്രാസ്റ്റ് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാം. അടുത്തത് ബസർ മോഡാണ്. ബസർ നമുക്ക് ഓണമെങ്കിൽ ബസർ നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. ഓവർലോഡ് വേക്കപ്പ് ആണ്. നമ്മൾ ഓവർലോഡ് ഷോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര സെക്കൻഡ് കൊണ്ട് റീസ്റ്റാർട്ട് ആകണം എന്നതാണ്. ഇൻവെർട്ടർ ഓപ്ഷൻസ് ആണ്. അതിലുള്ള ഓപ്ഷൻസ് നമ്മുടെ സെയിം
ഓപ്ഷൻസ് ആണ്. വോൾട്ടേജ് ബൂസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അടുത്തത് ഫാക്ടറി സെറ്റിങ്സ് ആണ്. നമുക്ക് സെറ്റിങ്സ് ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഈ ഫാക്ടറി ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഇത് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഇത്രയും വിശാലമായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ ഒരു മോഡ്യൂളിൽ അടങ്ങിയിരിക്കുന്നത്. നമുക്കിനി ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് ഫോർവേഡ് പോയി കഴിഞ്ഞാൽ ആ ഫാക്ടറി സെറ്റിങ്സിലോട്ട് മാത്രം വന്നു നിൽക്കും. ഇനി നമുക്ക് ഇതിൽ എക്സിറ്റ് അടിക്കണമെങ്കിൽ ഈ എക്സിറ്റ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവ് ക്യാൻസൽ. ഞാനിപ്പോൾ ഇവിടെ ക്യാൻസൽ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഒരു വെർഷനൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 2.2 ആണ് ഇതിൻ്റെ വെർഷൻ. മെഡീരിയൽ 4.00G ആണ്. ഇത്രയുമാണ് ഈ ഒരു മോഡ്യൂളിൻ്റെ സെറ്റപ്പിൽ കയറാവുന്നത്. ഇനി നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ പറയാതെ പോയ ഒരു കാര്യം, ബാറ്ററി വോൾട്ട് നമ്മൾ, അല്ലെങ്കിൽ ബാറ്ററി ബാങ്ക്. ഇതിപ്പോൾ ഇവിടെ ഞാനൊരു സിംഗിൾ ബാറ്ററി 12 വോൾട്ടാണ് വെച്ചിരിക്കുന്നത്. ആ ബാറ്ററി ബാങ്ക് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. 1 ബാറ്ററി, 2 ബാറ്ററി, 3 ബാറ്ററി, 4 ബാറ്ററി, 5 ബാറ്ററി, 6 ബാറ്ററി, അങ്ങനെ നമുക്ക് എത്ര ബാറ്ററിക്ക് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കിത് ഉപയോഗിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഒരു നിവൃത്തിയില്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മോഡ്യൂളിനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇപ്പോൾ മോഡ്യൂൾ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് 250 രൂപയ്ക്കാണ്. അപ്പോൾ നമ്മളുടെ പിക്ക് ഐ സി ഇപ്പോൾ ബ്ലാക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ 3 ഇരട്ടിയും 4 ഇരട്ടിയും വിലയൊക്കെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് ആൾക്കാർ മാറിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ മോഡ്യൂൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ അടുത്തുള്ള ഇലക്ട്രോണിക് ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക. സാധാരണ ഈ ഷോർട്ടേജ് വന്നേക്കണോണ്ട് ഇതെല്ലായിടത്തും തന്നെ എത്തിയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ ഇതേപോലെയുള്ള പ്രോഗ്രാം മോഡ്യൂളൊക്കെ കെയുടെയും എല്ലാം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് മെഡിയാണ്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.